Back to Aerologs. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോണർ ചോയ്സ് പുറത്തുവിട്ട MOECEN TWS ഇയർബഡ്സിനെ കുറിച്ചിട്ടാണ്. ഇയർബഡ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എയർപോഡ്സ് മാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരിക. കാരണം എയർപോഡ്സ് ആയിരുന്നു ഒരു കാലത്ത് ട്രെൻഡി ആയിട്ട് നിന്നിരുന്നത്. ഇവർ തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബോസ് അതുപോലെ തന്നെ സോണി എന്ന് പറഞ്ഞ ബ്രാൻഡുകൾ, പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ very ഹൈ കോസ്റ്റ് ആണ്. പിന്നെ മ്യൂസിഷ്യൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഇയർബഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് ഈ ഒരു പ്രൈസ് ലിസ്റ്റിൽ ഇപ്പോൾ വിപണിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. MI ഉണ്ട്, ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒപ്പോ, അങ്ങനെ പല പല ബ്രാൻഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോണറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിന് പ്രൈസ് 3,999 ആണ് ഒഫീഷ്യൽ പ്രൈസ് അവർ ലോഞ്ച് ചെയ്തത്. പിന്നെ ഇപ്പോഴത്തെ ബിഗ് ബില്യൺ ഓഫറിൽ അവർ പറയുന്നത് 2,499 ആയിരുന്നു. ഇപ്പോൾ അതിന് 25% ഓഫായിട്ട് 2,999 എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിന് ഇത് മുതലാവോ, പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല കേസിങ്ങിൽ തന്നെയാണ് പ്രൊഡക്റ്റ് പുറത്തേക്ക് അവർ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ട്. അതെ, നല്ല പെർഫെക്റ്റ് കേസിങ് ആണ്. നല്ല റാപ്പറൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ആപ്പിൾ എയർപോഡ്സ് ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ മുകളിൽ നിന്നാണ് ഈ കേസിൻ്റെ ഓപ്പണിങ്ങും. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഗൈഡ് ലൈൻസ്, അതായത് ഒരു മാനുവൽ തന്നിട്ടുണ്ട്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും, ചാർജിങ്ങും പെയറിങ്ങും അതുപോലെ തന്നെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഗൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പ്രോഡക്റ്റാണ് എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഇയർപോഡ്സ് പുറത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കേസും ഇയർബഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കമ്പനി നമുക്ക് തരുന്നത്. പിന്നെ എന്താ, ഇയർപോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്നിയർ ഫീലുള്ള നല്ല അടിപൊളി സ്റ്റെബിലിറ്റി ഉണ്ട്. ചെവിയിൽ വയ്ക്കുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഇയർബഡ്സ് ആണ് തന്നിരിക്കുന്നത്. ആ സ്റ്റെം എയർപോഡ് പ്രോ പോലത്തെ ഒരു ഇന്നിയർ മോഡലാണ് അവരും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോലുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ എല്ലാവരും റഷാണ്, സമയം കളയാനില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ റാപ്പർ, അതായത് കേസിൻ്റെ മുകളിലുള്ള റാപ്പറുമേ തന്നെ മെയിനായിട്ടുള്ള ഇൻഫർമേഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ്ങിനെ കുറിച്ചിട്ടാണ്. സി പോർട്ടാണ് അവർ നമുക്ക് ചാർജിങ്ങിൽ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോൺസും C ടൈപ്പ് ചാർജറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേക C ടൈപ്പ് ചാർജറൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സെയിം ഫോണിൻ്റെ ചാർജർ യൂസ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. പ്രോബബ്ലി ഇത് സ്മോൾ സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ ABS + PC പ്ലാസ്റ്റിക് ആണ് അവരിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഹിഞ്ചസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ക നല്ല ഹിഞ്ചസ് ആണ്. ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ എപ്പോഴും തുറന്നടയ്ക്കാൻ പാടില്ല എന്ന് ഫസ്റ്റ് തന്നെ ഇൻസ്ട്രക്ഷൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മലയാളികൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കാനാണല്ലോ താല്പര്യം. അതിൻ്റെ പേരിൽ ചെയ്തു നോക്കിയതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു C ടൈപ്പ് കേബിൾ അവർ തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഫോണിൻ്റെ കൂടെ കിട്ടുന്ന അത്ര ക്വാളിറ്റി ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഒരു വലിയ ലെങ്തി അല്ലാത്തൊരു കേബിളാണ് അവർ നമുക്കിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തരുന്നത് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ബഡ്സ് ആണ്. അപ്പോൾ അത് സ്മോൾ സൈസും ലാർജ് സൈസും ഇവർ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. മിഡ് സൈസ് നമുക്ക് ഓൾറെഡി ഇയർപോഡ്സിൻ്റെ മേലിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബഡ്സും കുഴപ്പമില്ല, നല്ല ഫിനിഷൊക്കെ ഉള്ള ഇയർബഡ്സ് തന്നെയാണ്. പെയർ ചെയ്യുമ്പോൾ അവർ ആദ്യം തന്നെ പറയുന്ന കാര്യം, ബഡ്സ് എടുത്ത് 10 സെക്കൻഡ് ബോക്സിലിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വയ്ക്കണം. അതിനുശേഷം ബ്ലൂടൂത്ത് ഓണാക്കി ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് സ്കാനിൽ വയർലെസ് ഇയർബഡ്സ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മളത് ജസ്റ്റ് സാധാരണ ബ്ലൂടൂത്ത് ഡിവൈസുകൾ പെയർ ചെയ്യുന്ന പോലെ പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ സിംഗിൾ പ്ലേ ടൈം വരുന്നത് 6 hours ആണ്. ചാർജിങ് കേസ് കൂടെ അതിന് പ്ലേ ടൈം തരുന്നത് 24 hours ആണ്. അപ്പോൾ നല്ല ലോങ് ബാറ്ററി ലൈഫ് തന്നെ ഉണ്ട്. അപ്പോൾ ഈ കേസ് ഫുൾ ചാർജ് ആവാൻ വരുന്നത് 1.5 hours ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ എടുത്ത് നോക്കേണ്ട കാര്യം ബാറ്ററി ലൈഫ്, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി, പിന്നെ വരുന്ന കാര്യം നോയ്സ് ക്യാൻസലേഷൻ ആണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു നോർമൽ യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ബാസ് പക്കയാണ്. പക്ഷേ ഒരു ബാസ് ലവേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോൾ അവർക്ക് ബാസ് സാറ്റിസ്ഫൈഡ് ആവില്ല. അപ്പോൾ അതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ വരുന്നത് ഒരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് നമുക്കിതിൽ തരുന്നുള്ളൂ. അല്ലെങ്കിലും നമുക്ക് ഈ ഒരു പ്രൈസിൽ നമുക്കൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നില്ല. പിന്നെ സൗണ്ട് ക്വാളിറ്റി ഒരു HD പ്ലേബാക്ക് ആണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് യൂസേഴ്സിനൊക്കെ പക്കയാണ്. പിന്നെ 130 ms ലേറ്റൻസി ആണുള്ളത്. അതുകൊണ്ട് തന്നെ PUBGയിലൊക്കെ ഫയറിംഗ് ഒക്കെ പൊളിയാണ്.
കമ്പനി ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 24 hours ബാറ്ററി ലൈഫ്, അതുപോലെ തന്നെ ഡ്യുവൽ മൈക്ക് നോയ്സ് ക്യാൻസലേഷൻ ഫോർ കോൾസ്, പ്രീമിയം സൗണ്ട് ക്വാളിറ്റി, IP54 സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ്. ഇതിലാകെ ബാസും അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷനും ഇത്തിരി കുറവാണെന്ന് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അൺബോക്സിങ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സ്റ്റേ ട്യൂൺ ചെയ്ത് നിൽക്കുക. ദെൻ ഐ ആം സൈനിങ് ഔട്ട് ഫ്രം എറോലോക്സ്.